ഈ വേടനെതിരെയുള്ള ലൈംഗിക ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ അതിൽ കേസെടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. നേരത്തെ ഈ വേടനെതിരെ ഈ കഞ്ചാവ് വിഷയമൊക്കെ വന്ന സമയത്തൊക്കെ അതിന് ശേഷവും സംസ്ഥാന സർക്കാർ വലിയ പിന്തുണ വേടന് നൽകിയിട്ടുണ്ട്. വേടനെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളുടെ ഭാഗമാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇനി എന്തായിരിക്കും സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട്? ഈ നേരത്തെ എടുത്ത കേസ് പോലെ ലഘുവായി കാണാൻ പറ്റില്ലല്ലോ സ്വാഭാവികമായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം. തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായ ഒരു ലൈംഗിക ആരോപണമാണ്. എന്ന് മാത്രമല്ല, ഈ കഞ്ചാവിൻ്റെ കേസിലാണെങ്കിൽ പോലും വേടൻ സമ്മതിച്ചിരുന്നു, കഞ്ചാവ് ഉപയോഗിച്ചെന്ന് സമ്മതിച്ചിരുന്നു. അതൊരു ബൂസ്റ്റിംഗ് ആയിട്ടങ്ങ് മാറുക ചെയ്തു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മളിവിടെ കണ്ടുവരുന്ന ചില ഒരുപാട് കാര്യങ്ങളിൽ ചോദ്യങ്ങളുണ്ട്. വേടൻ്റെ ഈ പെട്ടെന്നുണ്ട ഉയർന്ന ഒരു എന്താ പറയുന്നത്, വേടൻ പെട്ടെന്നൊരു ബിംബമായിട്ടങ്ങ് മാറുകയാണ്, വളരെ പെട്ടെന്നാണ്, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് റാപ്പ് സംഗീതത്തെപ്പറ്റിയൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. സംഗീതം ആളുകളെ, യുവാക്കളെ ആകർഷിക്കുന്ന പല വിധത്തിലുള്ള സംഗീത ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ആദ്യം ഒരു ആരോപണം ഉണ്ടായി. ആ ആരോപണം കഴിഞ്ഞതോടുകൂടി വളരെ പെട്ടെന്നാണ് ആദ്യം കേസെടുത്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ നടപടികളിലേക്ക് നീങ്ങുന്നപ്പോഴേക്കും പെട്ടെന്ന് വേടൻ ഒരു ഇരവാദം ഉയർത്തപ്പെടുകയാണ്. അത് വേടൻ സ്വയം ആണോ ആരൊക്കെയോ കൂടി ഉണ്ടാക്കിയെടുക്കുകയാണോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. വളരെ പെട്ടെന്നൊരു ഇരവാദത്തിൻ്റെ ഇതായിട്ട് മാറുകയാണ്. വേടൻ ഒരു ഇരയാണ്, എന്തിൻ്റെയൊക്കെ ഇരയാണ് എന്ന് പറഞ്ഞ് രൂപപ്പെടുകയാണ് പെട്ടെന്ന് വേടൻ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് ഇതിനകത്ത് കൗതുകകരവരെ. അങ്ങനെ പിന്നങ്ങ് ഈ വീർപ്പിക്കപ്പെടുകയാണ്. എങ്ങനെയാണ് ഈ ബലൂണൊക്കെ വീർപ്പിക്കുന്നത് പോലെ വേടൻ അതൊരു പ്രത്യേക സംവിധാനമായിട്ട് ഇങ്ങനെ അങ്ങ് മാറുകയാണ്. അതാണ് നമ്മൾ കാണുന്നത്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് അപകടകരമായ വിധത്തിൽ ചില പ്രത്യേക ചിന്താഗതികൾ രൂപപ്പെടുത്തിയെടുക്കുന്നു. ഇത് വേടനെ ചില സിമ്പലാക്കി മാറ്റുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ സിമ്പൽ, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെയുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ എന്താ പറയുന്നത്, പെട്ടെന്ന് വേടൻ്റെ ഭാഗത്തേക്ക് നിന്നുകൊണ്ട് സർക്കാർ സംസാരിക്കുന്നു, സർക്കാർ പരിപാടികളിലൊക്കെ ഇത് ചെയ്യുന്നു. പക്ഷേ ഇതിനകത്ത് കൃത്യമായ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ട്. നമുക്കിതിനെ കാണാൻ കഴിയുന്നത് വളരെ വ്യക്തമായ ഒരു കാര്യത്തിലാണ്. ഇവിടെ ഒരു സ്പേസ് ഭരണപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, ഭരിക്കുന്ന ലെഫ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടു പോകുന്ന ചില സ്പേസുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ വേടൻ വിഷയം കയ്യിൽ കിട്ടുന്നത് എന്ന് വേണം നമ്മളിതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു പരിണാമം കണ്ടെത്തുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് ശ്രദ്ധിക്കപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പോൾ വോട്ട് ബാങ്കുകളിൽ ചില നഷ്ടങ്ങളുണ്ടാകുന്നു, പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ വിട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ ഒരു പുതിയ കാര്യം അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മൾ ചരിത്രത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെന്ന് പറയുന്നവർ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുതരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ പിന്നോക്കം വന്ന് കരുതപ്പെടുന്ന ഒരു വിഭാഗം, ഒരുപാട് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു വിഭാഗം, ഇവരൊക്കെ അവരുടേതായ പോരാട്ടങ്ങളിൽ കൂടിയാണ് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പം അതിങ്ങനെ ചുളുവായി വളരെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തൊന്നും മുമ്പോട്ട് വരാൻ പറ്റത്തില്ല. ഒരു എന്താ പറയുന്നത്, അതിനൊന്നും ഒരു ചെറിയ ഒറ്റയടിക്കുള്ള പരിഹാരങ്ങളൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്കറിയാം. അപ്പോൾ വേടൻ പാട്ട്, സംഗീതം വേടൻ്റെ ഒരു സിമ്പലായി മാറ്റപ്പെടുന്നു. അതിലൂടെ ഒരു വലിയ നവോത്ഥാനമൊക്കെ ഉണ്ടായിരിക്കുന്നത് മറ്റ് ചില കാര്യങ്ങളിലൂടെയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ തന്നെ എങ്ങനെയാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായതെന്ന് രൂപപ്പെടുന്നതെന്നൊക്കെ നമുക്കറിയാമല്ലോ. പിന്നെ അത് അയ്യാ വൈകുണ്ഠസ്വാമി ആയാലും ശ്രീനാരായണ ഗുരുവായാലും അയ്യങ്കാളിയായാലും ഇങ്ങനെ ഒരു വലിയ ഒരു എന്താ പറയുന്നത്, വിഷയങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് നടത്തിയ ഒരു വലിയ പോരാട്ടത്തിൻ്റെ ചരിത്രമുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ. ഇതൊന്നും അല്ലാതെ പെട്ടെന്നൊരാൾ വന്ന് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പൊലിഞ്ഞു പോവുകയും ചെയ്യും. ഇത് ഉയർപ്പിക്കുക ഒരു ബലൂൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ തുള വീണ് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. പിന്നെ ഇപ്പോൾ അതിഗുരുതരമായ ഒരു ആരോപണമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ കാര്യത്തിൻ്റെയും പുതിയ കാലത്തിൻ്റെയും ഒക്കെ വക്താവെന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചാണ് ഇവരൊക്കെ പോപ്പുലറൈസ് ചെയ്യപ്പെടേണ്ടത് എന്നൊരു സന്ദേശം നൽകത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഇതിനെ കണ്ടുവരുന്നത്. ഇത് അപകടകരമായ ഒരു കാര്യം തന്നെ എന്നാണ് നമുക്ക് അതിനെപ്പറ്റി വിശദീകരിക്കാൻ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ സർക്കാർ എടുക്കുന്ന സമീപനം എന്ന് പറയുന്നത് വളരെ സൂക്ഷിച്ച് വേണം ഇക്കാര്യത്തിൽ എന്താ പറയുന്ന ഒരു ഇടപെടാൻ. ഇനി ഈ കഴിഞ്ഞ കേസ് പോലെ ആയിരിക്കത്തില്ല ഈ കേസ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയല്ലല്ലോ. കാരണം ഇതിപ്പം വേടൻ സമ്മതിക്കുന്നു, പുതിയ കാര്യത്തിലും വന്നപ്പോൾ വേടൻ അതുപോലെ അലങ്കാരമായിട്ട് ഇനിയും ഏറ്റെടുക്കപ്പെടുമോ, എത്രത്തോളം ഏറ്റെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ നമുക്കറിയത്തില്ല. പക്ഷെ അത് അങ്ങനെ സംഭവിക്കില്ലല്ലോ. ഇവിടെയൊക്കെ ഈ പുതിയ കേസിൽ നമുക്കറിയാം, മൊഴി നൽകപ്പെടുന്ന പെൺകുട്ടിയുടെ അതിനാണല്ലോ മുൻതൂക്കം എന്ന് പറയുന്നത്. അത് അന്വേഷിച്ചല്ലേ മതിയാവും. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും
അത് പഴയ കേസ് പോലെ ലഘുവായി പോകത്തില്ല എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ കേസിന് ശേഷം വേടനെ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിലൊക്കെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട് ഇനി എന്തായാലും സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ജയിലിൽ പോകേണ്ടി വരും. അങ്ങനെ പോയി വന്നു കഴിഞ്ഞാൽ സർക്കാർ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കില്ലേ? തീർച്ചയായിട്ടും വരും. കാരണം വേടൻ്റെ ആ ഒരു സ്വീകാര്യത എന്ന് തോന്നിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ വഴി, അല്ലെന്നുണ്ടെങ്കിൽ വേടൻ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെയുള്ള ഒരു വലിയ ആൾക്കൂട്ടമുണ്ടല്ലോ നമ്മളിപ്പോൾ കണ്ടുവരുന്നത്, ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ആധിക്യം എന്ന് പറയുന്നത്. ഇത് ഒരു താൽക്കാലിക പ്രതിഭാസമാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം ഇത് കഴിയുന്നതോടുകൂടി. ഇനി വേടന സ്വീകാര്യത കിട്ടില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പിന്നെ നമുക്കറിയാം സംഗീതം എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു കലാരൂപത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അത് പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുക, വലിയ പുതിയ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ വരും. പുത്തൻ സങ്കേതങ്ങൾക്കൊക്കെ അതിൻ്റെതായ സ്വീകാര്യതകളൊക്കെ ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് പിന്നെ നിർമ്മിക്കപ്പെടുന്ന ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ തോന്നിക്കുന്ന വിധത്തിലാണ്. അതുകൊണ്ടാണല്ലോ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളെ ബിംബവൽക്കരിക്കുകയും ചില പ്രത്യേക ചാർട്ടിനകത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രത്യേക കള്ളികളിൽ നിർത്തിക്കൊണ്ട് അവരെ പിന്നെ പ്രൊജക്റ്റ് ചെയ്യാനും ഇകഴ്ത്താനും കഴിയുന്ന ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിലായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ അത് കലയായാലും പിന്നെ എന്താ പറയുന്നത് ഏതൊരു സാമൂഹ്യ പരിപാടിയായാലും ഇങ്ങനെയൊക്കെയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കാണുന്നത് പോലെയുള്ള ഒരു വലിയ നവോത്ഥാന പ്രക്രിയയുടെ ഭാഗമോ അല്ലെങ്കിൽ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനത ഉയർന്നു വരുന്നതിൽ മറ്റുള്ളവർക്കുള്ള അസഹിഷ്ണുതയോ ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം എന്നുള്ളതാണ്. ആ വിധത്തിൽ അതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്, അത് തീർച്ചയാണ്. പക്ഷേ അതല്ല അതിൻ്റെ വസ്തുത എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് തീർച്ചയായിട്ടും നമ്മൾ മാറ്റി നിർത്തപ്പെടേണ്ട അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട് സമൂഹത്തിന് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അതിനെ ഒരു പരിഷ്കരണ ശ്രമമായിട്ടോ അല്ലെങ്കിൽ അത് ഒരു മുന്നേറ്റമായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. മുന്നേറ്റങ്ങളൊന്നും അങ്ങനെ അല്ല ഉണ്ടാകുന്നത്. ഇപ്പോൾ കള്ള്, പെണ്ണ്, കഞ്ചാവ് ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സമരസപ്പെടുത്തിയെടുക്കുന്ന ഒരു കാര്യവും അതിലൂടെ ഒരു പോപ്പുലറൈസേഷൻ അതിനെ നമ്മളിത് നേരത്തെയും കാണാറുണ്ട്. ഇതൊരു ആരുടെയൊക്കെ ഒരു അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് ഇതിൻ്റെ ഒരു പോപ്പുലറൈസേഷൻ നടക്കുന്നതെന്നാണ് കൃത്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇനി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നില്ല സർക്കാരിന് ഇതുവരെ എടുത്തൊരു സമീപനം ഇനിയും തുടരാൻ കഴിയുമെന്ന്. ക്രമേണ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പോലും പൊളിറ്റിക്കൽ ലൈനിനെ സംബന്ധിച്ചിടത്തോളം പോലും ഇനി വേടനെ ശക്തമായി പിന്തുണച്ച് വന്നിരുന്ന വിഭാഗങ്ങൾ നമ്മൾ അതിനകത്ത് ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കളുമുണ്ട്, പലരുമുണ്ട്. പക്ഷേ അവർക്ക് ആർക്കും ഇനി വേടനെ ഇതുവരെ ഈ കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ ഒരു രീതിയിലേക്ക് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നാണ് എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.